എരുമല്ലൂരിൽ ഉയരപാതയുടെ ഗേർഡർ തകർന്ന് വീണത് പിക്കപ്പ് വാന്റെ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ നരഹത്യക്ക് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഉയരപാത അപകടത്തിൽ നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാർക്കെതിരെയാണ് നരഹത്യക്ക് കേസെടുത്തത്. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസ്. എഫ്ഐആറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഈ നിമിഷവും ഞങ്ങളുടെ വീഴ്ചയല്ല എന്ന് പറയാനാണ് കരാർ കമ്പനിയൊക്കെ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? കരാർ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ് പോലീസിന്റെ എഫ്ഐആറിലുള്ളത്. അല്പം മുമ്പാണ് അരൂർ പോലീസ് ഇത് സംബന്ധിച്ച എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 105 വകുപ്പ് പ്രകാരം കുറ്റകരമായ നരഹത്യ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള എഫ്ഐആർ ആണ്. ഇതിന്റെ പ്രത്യേകത, ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. അതായത് ഈ കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്താൽ റിമാൻഡിലേക്ക് പോകും. അവരെ വേണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിൽ പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങാം. ഈ എഫ്ഐആർ വായിക്കുമ്പോൾ തന്നെ അതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ പാളിച്ചകൾ എന്നത് കൃത്യമായി തന്നെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ തൂണുകൾക്ക് മുകളിൽ ബീമുകൾ കയറ്റിയാൽ സ്വാഭാവികമായും അത് താഴെ വീഴാനുള്ള സാധ്യതയും അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രതികൾ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ട്രാഫിക് നിയന്ത്രണങ്ങളും നടത്താതെ ഇവിടെ ഗഡർ കയറ്റി അപകടം സംഭവിച്ചു എന്നതാണ് ഈ എഫ്ഐആറിലുള്ളത്. അതായത് ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന് വളരെ കുറ്റകരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇവർക്ക് കൃത്യമായി അറിയാം, ഇത്രയും വലിയ ഈ ഗട്ടറുകൾ മുകളിലേക്ക് കയറ്റുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചില്ല എങ്കിൽ ആ ഗട്ടറുകൾ താഴെ വീഴും. താഴെ വീണാൽ ആളുകൾക്ക് വലിയ തോതിൽ അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ പ്രവർത്തിച്ചു എന്നതാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ എഫ്ഐആർ പ്രകാരം ഇപ്പോൾ ഈ കരാർ കമ്പനിയുടെ ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആ ജീവനക്കാരുടെ പേര് വിവരങ്ങളില്ല. അത് പിന്നീടായിരിക്കും, ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ആർക്കൊക്കെയായിരുന്നു ഇതിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഈ കേസിൽ പ്രതികളായി വരികയും ചെയ്യും. ഇവിടെ നേരത്തെ തന്നെ പല അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ഈ കരാർ കമ്പനിക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നു. ഒരുപാട് പേർ അപകടത്തിൽപ്പെടുന്നു. ആ സമയത്തൊക്കെ തന്നെ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതിന്റെ പേരിൽ അന്ന് തന്നെ വേണമെങ്കിൽ ഈ അശോക ബിൽക്കോണെതിരെ കേസെടുക്കാവുന്ന പല സാഹചര്യങ്ങളും പോലീസിന് മുന്നിലുണ്ടായിരുന്നു. അന്നൊക്കെ ഈ കരാർ കമ്പനിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. കൃത്യമായ നടപടികളിലേക്ക് അന്ന് പോയിരുന്നില്ല എന്ന ആക്ഷേപം എന്തായാലും ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ഒരു കേസിൽ ശക്തമായ നടപടികളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒടുവിൽ അശോക ബിൽക്കോണിന്റെ ജീവനക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കേസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അതായത് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ അപകടം സംഭവിക്കുമെന്ന് അറിവോടുകൂടി തന്നെ പ്രവർത്തിച്ചു എന്നതാണ് ഈ എഫ്ഐആർ പറയുന്നത്. ഒഫീഷ്യൽസ് ഓഫ് ദ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ കൺസ്ട്രക്ഷൻ കമ്പനി എന്നാണ് ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അശോക ബിൽക്കോണാണ് ഇവിടുത്തെ ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അവർ പലർക്കും സബ് കോൺട്രാക്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ കരാർ കമ്പനിയുടെ പേര് പറയാതെ തന്നെയാണ് എഫ്ഐആർ. അതിൻ്റെ ഒഫീഷ്യൽസിൻ്റെ ഈ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ആരൊക്കെ പ്രതികളായി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇതിൽ പ്രതികളായി വരുമെന്ന് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ആര്യ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മുൻപ് പലപ്പോഴും ശക്തമായ നടപടികൾ ഈ കമ്പനിക്കെതിരെ ഉണ്ടാകാതിരുന്നതിൻ്റെ ഒരു തിക്തഫലം എന്ന് വേണമെങ്കിൽ ഇന്നത്തെ അപകടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ചെറുതും വലുതുമായ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു. കരാർ കമ്പനിയുടെ വീഴ്ച വ്യക്തമാക്കുന്നതാണ് ഈ എഫ്ഐആർ. നരഹത്യക്കാണ് ഇപ്പോൾ നരഹത്യ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്.